ആ ഒരു ഇക്വാലിറ്റി വേണമെന്ന് സംസാരിക്കുന്ന ആൺ ശബ്ദങ്ങളും വേണം. നോബഡി നോസ് എന്താണ് സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് എന്ന് ഒരു ഐഡിയ ഇല്ല. ബിഗ് ബോസ് വഴി പല കാര്യങ്ങളും എനിക്ക് അറിയിക്കാൻ പറ്റി, പലർക്കും അതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റി. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് തന്നെയാണ് എല്ലാം കീ എന്ന് പറയുന്നത് അത് തന്നെയാണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മുടെ ഈ സൊസൈറ്റീൻ്റെ കാര്യത്തിന് എടുക്കുകയാണെങ്കിൽ അവിടെ സ്ത്രീ സംരംഭകർക്ക് അവർക്ക് ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുകയാണ്. എന്താണ് സൊസൈറ്റിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ച്? ജെൻഡർ ബയസ്. ഞാൻ തന്നെ ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഏത് പാനൽ ഡിസ്കഷൻ വന്നാലും ഏതൊരു വേദിയിലാണെങ്കിലും സ്ത്രീ സംരംഭകർ എത്ര പേരുണ്ടെന്നുള്ളതാണ്. ചിലതിലൊക്കെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, 1-2 പേര് വിരലിൽ. അത് മാറേണ്ട സമയം കഴിഞ്ഞു. അത് മാറണമെങ്കിൽ ഒരുപാട് പേരുടെ ഒരു ഇതാണ് വേണ്ടത്. മെയിനായിട്ട് ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. ഇതിപ്പോൾ എനിക്ക് എന്തെങ്കിലും ആവണം എന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കണം, അല്ലേ? എൻ്റെ സിറ്റുവേഷൻ ഞാൻ മാറണമെങ്കിൽ. പിന്നെ ഈ പറയുന്ന പോലെ കുറേ സ്ത്രീകൾ മാത്രം വിചാരിച്ചാലും നടക്കില്ല. ഇപ്പം വി നീഡ് മോർ ഫെമിനിസ്റ്റ് മെൻ ഓൾസോ ടു ചേഞ്ച്, അല്ലേ? ജെൻഡർ ബയസ് നമ്മൾ മാറ്റണം. നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റണമെങ്കിൽ നമുക്ക് പുരുഷന്മാരും നമ്മളെ കൂടെ തന്നെ അങ്ങനെ ആ ഒരു ഇക്വാലിറ്റി വേണമെന്ന് സംസാരിക്കുന്ന ആൺ ശബ്ദങ്ങളും വേണം, അല്ലേ? അപ്പം അതുപോലെ തന്നെ ഗവൺമെൻറ് സൈഡിൽ നിന്നായാലും ഒരുപാട് സ്കീംസും സപ്പോർട്ടും കാര്യങ്ങളും വരണം. ബിക്കോസ് എല്ലാം ചിലപ്പം വിട്ടിട്ടായിരിക്കും സ്ത്രീകൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലേ? ഒരു ജീവിതത്തിലേക്ക് പോകുന്നത്. അവിടെ നമുക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് അത് ഗവൺമെൻറ് സൈഡിൽ നിന്ന് സ്കീംസ് ഇനിയും വരണം. ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവയർനെസ് കുറവാണ്, അല്ലേ? എത്ര പേരിലേക്ക് എത്തുന്നു അത്? ഇപ്പം ഞങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതുണ്ടെങ്കിൽ നമുക്ക് ലോൺ കിട്ടുള്ളൂ, മനസ്സിലായില്ലേ? അതുണ്ടായിരുന്നെങ്കിൽ നമ്മളതിൻ്റെ ലോണിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അറ്റ്ലീസ്റ്റ് ഫോർ എ ഇയർ നമുക്ക് ഒരു കൊളാട്രൽ സെക്യൂരിറ്റിയും ഇല്ലാതെ നല്ല പ്രോജക്ട്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഗവൺമെൻറ് സ്കീംസ് ഉണ്ടാവണം. എസ്പെഷ്യലി സോഷ്യൽ ഓൺടർപ്രണേഴ്സിന്. ഇപ്പോഴും ഞാനത് തുടക്കത്തിലേക്ക് ഞാൻ പറയാം 10-11 years ബാക്ക് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് സോഷ്യൽ ഓൺടർപ്രണർ എന്ന് പറയുമ്പോൾ നോബഡി നോസ് എന്താണ് സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് എന്ന് ഒരു ഐഡിയ ഇല്ല, മനസ്സിലായില്ലേ? ഇപ്പോഴും അതിനെക്കുറിച്ച് ഇപ്പം ചെറുതായിട്ടൊക്കെ എനിക്ക് തോന്നുന്നു ഒരു മാറി വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് പേര് പോയി സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട് ഇതൊക്കെയാണ്. വി നീഡ് ടു ഗ്രോ ടുഗെദർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ കമ്മ്യൂണിറ്റീനെയും കൂടെ നമ്മൾ ചേർത്ത് നിർത്തി വേണം നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, നമുക്ക് വളരാൻ. അതിൻ്റെ ബെനിഫിഷ്യറീസ് നമുക്ക് എല്ലാവർക്കും സ്പേസ് ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ടാണ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ അതും ഗ്രീൻ പ്രോജക്ട്സിന് വേണ്ടി, ഗ്രീൻ ഇനിഷ്യേറ്റീവ്സിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് സപ്പോർട്ട് തരണം. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് അറിയണം, അതിൽ ആ രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്ക് അത് അറിയിക്കണം. അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പം അതൊക്കെ കുറേയൊക്കെ മാറേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ സ്ട്രോങ് ലോസ് വരണം, ഈ വനിതകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്ട്രോങ് ലോസ് വരണം. അതിപ്പോഴും ഇല്ല, ആ ഒരു ഫിയർ ഇപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ വിമൻ സേഫ് എന്നുള്ളൊരു അത് ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്, അല്ലേ? അത് കുഞ്ഞാണോ വലുതാണോ എന്നുള്ളതല്ല. പിന്നെ നമ്മുടെ റൈറ്റ്സിനെ പറ്റി നമുക്കിപ്പോഴും ഒരു അറിവില്ല എന്നുള്ള കാര്യമാണ്. അതിപ്പം സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ചൈൽഡ് റൈറ്റ്സിനെ കുറിച്ചും വിമൻ റൈറ്റ്സിനെ കുറിച്ചും അല്ല എത്ര പേർക്ക് അറിയാം. ഇപ്പം ഞാനൊരു ആക്ടിവിസ്റ്റ് ആയിട്ട് കൂടി പ്രൊട്ടക്ഷൻ ഓർഡർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്നോ, ഇങ്ങനെ ഒരു അറ്റാക്ക് നമുക്ക് വന്ന് ഡൊമസ്റ്റിക് വയലൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ ആണെന്നും അത് എവിടെ പോയി എടുക്കണം എന്നോ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്നോ അതൊന്നും ആർക്കും അറിയില്ല, മനസ്സിലായില്ലേ? അപ്പം ഇപ്പോഴും അറിയാത്ത വനിതകളുണ്ട്. അതേ ഇതാണ് ഞാൻ ബിഗ് ബോസ് വഴി പല കാര്യങ്ങളും എനിക്ക് അറിയിക്കാൻ പറ്റി, പലർക്കും അതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റി. അപ്പം അങ്ങനെ സിറ്റുവേഷനിലൂടെ പോകുന്നവർ അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല, അതിനെക്കുറിച്ച് സംസാരിക്കണം. മോർ പീപ്പിൾ ഷുഡ് നോ, മനസ്സിലായില്ല? അതൊരു ഇതാക്കണം എന്നല്ല, വിക്ടിം കാർഡ് അല്ല അത്. നമ്മൾ എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത് വെച്ചാൽ ഇതിലൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി പോവാതിരിക്കട്ടെ, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തിറങ്ങട്ടെ, അല്ലേ? എനിക്ക് ആ ഒരു ഫ്രീഡം കിട്ടി, അല്ലെങ്കിൽ ഐ എം നൗ പ്രൗഡ്ലി ഐ ക്യാൻ സേ ദാറ്റ് ഐ എം എ സെൽഫ് മെയ്ഡ് വുമൻ, ഇൻഡിപെൻഡൻറ്റ് വുമൻ. അതേ കാര്യം എല്ലാവർക്കും എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ, ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തിറങ്ങിയെങ്കിൽ എന്നെപ്പോലെ അനുഭവിക്കുന്ന പല സ്ത്രീകൾക്കും അത് പറ്റും എന്ന വിശ്വാസം എനിക്കുണ്ട്, മനസ്സിലായില്ലേ? സോ
അതേപോലെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് ഇപ്പം നമുക്കതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നറിയാം. പക്ഷേ ഇന്നും ഒരുപാട് പേർക്ക് ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് അറിയില്ല. എന്താണ് ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയാൻ? എല്ലാം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് തന്നെയാണ് എല്ലാം കീ എന്ന് പറയുന്നത് അത് തന്നെയാണ്. കീ ടു ഫ്രീഡം, കീ ടു മേക്ക് decisions in your life, choices in your life, കോൺഫിഡൻസ്, റെസ്പെക്റ്റ്. ഇതെല്ലാം നമുക്കൊരു സ്ത്രീക്കായാലും പുരുഷനായാലും ഇത് കിട്ടണമെങ്കിൽ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണം. ₹1 നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം. എനിക്ക് തന്നെയാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഇത് വന്ന് ഇച്ചിരി ഡൗൺ ആവുകയാണെങ്കിലും എനിക്ക് സ്ട്രെസ്സ് കയറും. ബിക്കോസ് അതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാം എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? നമുക്ക് ഇത്രയും പേരെ നമ്മുടെ സപ്പോർട്ട് നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പം ആ ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ വലുതാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആ സ്ട്രെസ്സ് വരുന്നത് നല്ലതാണ്. നമ്മൾ കൂടുതൽ നമ്മളെ പുഷ് ചെയ്യും വളരാൻ വേണ്ടിയിട്ട്, കൂടുതൽ സ്ഥലത്തോട്ട് കയറാനുള്ള ഒരു ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ഒരു പുഷാണത്. സോ ഈ പറയുന്ന പോലെ അത് റിസ്ക്കാണ്. ബിസിനസ് എന്ന് പറയുന്നത് എന്നും ഒരു റിസ്ക് തന്നെയാണ്. പക്ഷെ നോ പെയിൻ നോ ഗെയിൻ അല്ലേ? ആ റിസ്ക് എടുക്കുന്നതിൻ്റെ ഒരു ഇതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്ന ഇപ്പം സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് ആയതുകൊണ്ട് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത്. ഓരോ പ്രോജക്റ്റും നമ്മൾ ചെയ്യുന്നതിൽ മണി മാത്രമല്ല, എൻ്റെ കൂടെ മണീനെയും കാട്ടി കൂടുതൽ ടു മേക്ക് എ ഡിഫറൻസ്, അല്ലെങ്കിൽ ഒരു ചേഞ്ച് മേക്കർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ലീഡർ എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ ലീഡർ എന്നുള്ള രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്, വളരുകയാണ്, നമ്മുടെ കൂടെ ഉള്ളവരെയും കൂടി നമ്മളത് ചെയ്യുകയാണെന്നുള്ളൊരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം എനിക്ക് അതാണ്, ബാങ്ക് ബാലൻസ് അല്ല അതിനെയും കാട്ടി എനിക്ക് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇസ് ദിസ്. ബട്ട് ഡെഫിനറ്റ്ലി ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് എല്ലാം. ഞാൻ പറയില്ല, എന്ത് നമ്മുടെ സിറ്റുവേഷൻ ലൈഫിലൊരു കാര്യം വന്നാലും നമുക്ക് പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ വി നീഡ് ദാറ്റ്. സോ എക്സ്ട്രീംലി ഞാൻ ഏത് കോളേജിൽ പോയാലും ഏത് സ്കൂളിൽ പോയാലും ഏത് വനിതാ ഒരു സംഘത്തിൻ്റെ അവിടെ പോയാലും ഞാൻ പറയുന്ന കാര്യം ഇത് തന്നെയാണ്. ഇപ്പം ഒരുപാട് ഫ്രീ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പം അതിലൂടെ തന്നെ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഈവൻ വർക്ക് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുന്നവരാണ്, അവർക്ക് തന്നെ ഒരുപാട് ഫ്രീ, ഇപ്പം സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യുക. അങ്ങനത്തെ ഫ്രീ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ജനറേറ്റിംഗ് ഇൻകം അതിൽ നിന്ന്. അപ്പം സോപ്പ് മേക്കിംഗ്, അത് ഒരുപാട് വൊക്കേഷണൽ ട്രെയിനിങ്സ് ഇപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ കൊടുക്കുന്നുണ്ട്. സ്കിൽ ഇതായിട്ടാണെങ്കിലും ഗവൺമെൻറ് സൈഡിൽ നിന്നും അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം യെസ്. ഏറ്റവും അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക് വരാൻ ഒരുപാട് യങ്സ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് തടസ്സങ്ങളും നമ്മൾ നേരിടേണ്ടി വരും. അപ്പം അങ്ങനെ നേരിടുമ്പോൾ ചിലവരതവിടെ നിർത്തി ഇനി ബിസിനസ് നമുക്ക് പറ്റിയ മേഖലയല്ല എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് നൽകാനുള്ള ഒരു മെസ്സേജ് എന്താണ്? മെസ്സേജ് എന്ന് പറഞ്ഞാൽ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. നമുക്ക് എന്തില്ല എന്നല്ല, നമുക്ക് എന്തുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കൗണ്ട് ചെയ്യുക, അതിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് അല്ലേ. പിന്നെ എപ്പോഴും നമുക്ക് ആ ഒരു നമ്മുടെ ഡ്രീം ഒരു വിഷനാക്കുക. ലിറ്റിൽ ഗേൾസ് വിത്ത് ഡ്രീംസ് ബിക്കം വിമൻ വിത്ത് വിഷൻ. ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു ടാറ്റു ചെയ്തു. സോ ട്രൂ. ബിക്കോസ് കുഞ്ഞിലെ തന്നെ എൻ്റെ ആ ഒരു ഡ്രീംസ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അതിൽ ഞാൻ ഒരുപാട് വിശ്വസിച്ചു, എന്നെ കൊണ്ട് പറ്റും, ഞാൻ ചെയ്യും എന്നുള്ള ഉറച്ച് വിശ്വസിച്ചിട്ട് അത് വലുതായപ്പോൾ അതൊരു വിഷനായിട്ട് മാറി. അപ്പോൾ ആ വിഷൻ ആണ് എന്നെ ഈ സാഹചര്യത്തിലൂടെയൊക്കെ എന്നെ പിടിച്ചു നിർത്തിയ ആ ഒരു വിഷൻ തന്നെയാണ്. അതുണ്ടായിരുന്നുകൊണ്ടാണ് നമ്മൾ വിട്ടിട്ട് പോകാത്തത്. ഈ പറഞ്ഞ എപ്പോഴും ഈവൻ ബിഗ് ബോസിനകത്താണെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് നെവർ ഗിവ് അപ്പ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇറ്റ്സ് ബിക്കോസ് ആ ഒരു സ്ട്രോങ് ഇത് തന്നെയാണ്. എനിക്ക് അത് വിജയിക്കണം, അല്ലെങ്കിൽ അത് എനിക്ക് വിജയിച്ച് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ആ 100 ദിവസം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു വിശ്വാസം, കോൺഫിഡൻസ്. അതാണ് എനിക്ക് ആ ഒരു ബിലീഫ് തന്നെയാണ് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് തന്നത്. അപ്പം സ്വയമേ നമ്മൾ വിശ്വസിക്കുക. നമ്മൾ പറഞ്ഞില്ലേ, ലൈഫിൽ നമുക്ക് ചാലഞ്ചസ് വരും, നമുക്ക് ഇട്ടിട്ട് പോകാൻ ഭയങ്കര എളുപ്പമാണ് അല്ലേ. ഇട്ടിട്ട് എവിടെ വരെ നമ്മൾ ഓടും എന്നുള്ളതാണ് അല്ലേ. എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതുവരെ, നമ്മൾ എന്നായാലും അത് ഫേസ് ചെയ്തേ പറ്റൂ. ലൈഫ് അങ്ങനെയാണ്, അപ്സ് ആൻഡ് ഡൗൺസ് ആണ് ലൈഫിൽ. നമ്മൾ ആ ഒരു ഡൗൺ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അപ്പ് വരുമ്പം നമുക്ക് ആ ഒരു ഫ്രൂട്ടിൻ്റെ ഒരു ഇത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. സക്സസ് നമുക്കിപ്പം ചുമ്മാ എല്ലാം കൂടി നമുക്ക് പ്ലേറ്റിലിങ്ങ് തന്നു കഴിഞ്ഞാൽ അതിനൊരു സുഖം ഉണ്ടാവില്ല. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ അതൊരു അച്ചീവ് ചെയ്യുമ്പോഴേ നമ്മളതൊരു നമ്മളത് നേടി എന്നുള്ളൊരു ഇതുണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ
അങ്ങനെ കുറച്ചും കൂടി സ്ട്രോങ് ആകുക, മനസ്സിനെ കുറച്ചും കൂടി ബോൾഡായിട്ട് തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് പറ്റും. ഞാൻ ഭയങ്കര ചൈൽഡിഷ് ആയിരുന്ന ഒരു കുട്ടിയാണ്. എനിക്ക് ഒരിക്കലും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നില്ല. ഭയങ്കര ഫിയർ. ആ ഫിയർ ആണ് ഈ പറഞ്ഞ എല്ലാ കാര്യത്തിൽ നിന്നും നമ്മൾ പുറകിലേക്ക് വലിക്കുന്നത്. അപ്പോൾ ആ ഫിയർ ഓവർകം ചെയ്യുക, അത് മാറ്റേണ്ടതാണ്. നമ്മളെ കൊണ്ട് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. നമ്മൾ വിചാരിക്കണം ആ മാറ്റം എന്നുള്ളൊരു കാര്യം വരണമെങ്കിൽ ഇവിടെ നിന്ന് വരണം. ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഡ്രീമാണ്. ഡ്രീമിലേക്ക് മാറ്റുക. ആൻഡ് എല്ലാം സംഭവിക്കും, നല്ലത് തന്നെ വരും. ആൻഡ് കർമ്മ, ഞാൻ പറഞ്ഞത് നമ്മൾ നല്ലത് ചെയ്തിട്ടുള്ളൂ, മറ്റുള്ളവരെ ദ്രോഹിക്കാനായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോർ ഷുവർ വേർ വി വോണ്ട് ടു റീച്ച് വി വിൽ ബി ഏബിൾ ടു റീച്ച് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ബാക്കി ഓരോരുത്തരുടെ ജേണി തന്നെയാണ്. ഓരോരുത്തരുടെ പെയിൻ തന്നെയാണ് ഹാപ്പിനെസ്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഓൾ ഡിഫറെൻറ്റ് അല്ലേ? എല്ലാവരും യൂണീക്കാണ് ഓരോരുത്തരുടെ ജേണിയും. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയണം എന്നുണ്ടെങ്കിൽ എല്ലാം നമുക്ക് നല്ലത് മാത്രം വന്നു കഴിഞ്ഞൊരു കാര്യമില്ല. ഇതൊരു എക്സ്പീരിയൻസ് ആണ്. അത് നമ്മളെ സ്ട്രോങ് ആക്കാൻ വേണ്ടി ദൈവം തരുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതിയിരിക്കുന്നത്. സോ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ, good reason, so stay positive എന്നാണ്. ലവ് യു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോട് കൂടെ സഹകരിച്ചതിന് താങ്ക് യു സോ മച്ച്.